നമസ്കാരം. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വലിയ രീതിയിൽ വൈറലായി, അതായത് മില്യൺ കണക്കിന് വ്യൂസ് പോയ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അതായത് സ്വന്തം ചേച്ചിയുടെ, സ്വന്തം സഹോദരിയുടെ ആ, ഭർത്താവുമായി ഒളിച്ചോടി പോകുന്ന ഒരു പെണ്ണിന്റെ വീഡിയോ. സംഗതി എന്തായാലും വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. ശരിക്കും ഇവര് ഒളിച്ചോടി ദൂരെ എവിടെങ്കിലും പോയി താമസിക്കാൻ പോവുകയാണ് എങ്കിൽ ഈ വീഡിയോ വൈറലായതോടുകൂടി അവരെല്ലാരും തിരിച്ചറിയും കേട്ടോ. ഇനി ഏതെങ്കിലും ഗുഹയുടെ അടിയിലൊക്കെ പോയി താമസിക്കേണ്ടി വരും. അതായത് ജനങ്ങൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് എവിടെങ്കിലും ഒക്കെ പോയി, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം തിരിച്ചറിയും കേട്ടോ. എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്തത് ഇവർ തന്നെയാണ്. പബ്ലിസിറ്റി ചെയ്ത് ചിലപ്പോൾ ഇവരായിരിക്കത്തില്ല, ചിലപ്പോൾ ഇവർ ആർക്കെങ്കിലും അയച്ചു കൊടുത്തതായിരിക്കാം, ഇവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുത്തതായിരിക്കാം. അവരായിരിക്കും ചിലപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും സംഗതി വലിയ വൈറലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതായത് വർഷങ്ങളോളമായി ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തിനാണ് സഹോദര, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, എടാ വേട്ടാവളിയ, എന്തിനാണ് അങ്ങനെ വർഷങ്ങളായി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എങ്കിൽ പിന്നെ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇവളുടെ ആ ചേച്ചി നീ കല്യാണം കഴിച്ചത്? അതിലേതായാലും കുട്ടികളും ഉണ്ടായി കാണും അല്ലേ? എനിക്ക് ഏട്ടനില്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ നമ്മള് പറയുന്നത്. ഏതായാലും അതായത് ചേച്ചി അമ്മയ്ക്ക് സമമാണ്. അമ്മയില്ലെങ്കിൽ അത് തന്നെയാണ്, അമ്മയുടെ സ്ഥാനത്താണ് നമ്മൾ ചേച്ചിമാരെ കാണുന്നത് അല്ലെ? അപ്പൊ ആ ചേച്ചിയുടെ ഭർത്താവ് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ സ്വന്തം സഹോദരനായിട്ടൊക്കെ കാണേണ്ട ഒരാളിനെയാണ് ഞാൻ ഇവള് കയറി പ്രണയിച്ചത്. വർഷങ്ങളായിട്ട് ഇവള് പ്രണയമായിരുന്നെന്നാണ് ഇവള് പറയുന്നത് കേട്ടോ. ഇതിന് പ്രണയമെന്നല്ല ശരിക്കും പറയുന്നത്. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന പരിപാടിക്ക് കടിയെന്ന് പറയും കേട്ടോ. എന്തിന്റെ കടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളങ്ങ് ഊഹിച്ചോ, അതിന്റെ കടിയാ. പോയി കഴിഞ്ഞാൽ ആരും തന്നെ അന്വേഷിക്കാനൊന്നും ചെല്ലല്ലേ എന്നാ പറയുന്നത്. എന്തിന്, ആർക്ക് അന്വേഷിക്കണം? എന്തിനാണ് നിങ്ങൾ ഇനി ആരെങ്കിലും അന്വേഷിക്കുന്നത്? നിങ്ങൾ ഇനി എവിടെ പോയി കഴിഞ്ഞാലും ജനങ്ങള് മലയാളം അറിയാവുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആരാണെങ്കിൽ അല്ലെങ്കിൽ മലയാളിയാണെങ്കിൽ നിങ്ങൾ എവിടെ പോയിരുന്ന ആയാലും നിങ്ങളെ അവർ തിരിച്ചറിയും. ഒന്ന് കാക്കച്ച് തുപ്പിയെങ്കിലും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, നിങ്ങളെ ആരും തിരക്കി വരണ്ടെന്നും പറയണ്ട. നിങ്ങളെ ഇനി ആർക്കും വേണമെന്നേ. അതായത് വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാം സമ്മതിച്ചത്. അതായത് എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയുടെ കല്യാണം അങ്ങോട്ട് വേറെ ഏതോ കല്യാണം ഉറപ്പിച്ചു. ആ കല്യാണത്തിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നോ ആയിട്ടാണ് ഈ പെണ്ണ്, ഈ പറയുന്ന വ്യക്തി, ഈ വേട്ടാവളിയനായിട്ട് ഓടി പോകുന്നത് കേട്ടോ. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുക. ഇത് എവിടെയാണ് സ്ഥലം, ഇത് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഇതിപ്പോ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് കേട്ടോ. ഏതായാലും ആ പെൺകുട്ടി കല്യാണത്തിന്റെ തലേ ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഓടി പോയിരിക്കുന്നത്. ഏതായാലും അത് പൊളിച്ച്. കാരണം അല്ലെങ്കിൽ ആ കല്യാണം കഴിഞ്ഞിട്ട് പോയായിരുന്നെങ്കിൽ ആ പയ്യന്റെ ഭാവി കൂടെ പോയേനെ. ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചു. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുന്നത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ. അത്രയും ആത്മാർത്ഥതയോടെ സ്നേഹിച്ച രണ്ടുപേരാണ് ഞങ്ങളിനി ഇതൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്. സത്യം പറഞ്ഞ് നിങ്ങൾക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി ഒരു കടയിൽ പോലും പോയി ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അവിടുന്ന് ഇത് തരും, എന്താണ്, കടം തരും. കാരണം നിങ്ങളെ പരിചയമായി കഴിഞ്ഞു, ലോകത്ത് എല്ലാവർക്കും പരിചയമായി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ഇനി എവിടെ പോയെങ്കിലും ജീവിച്ചോ. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞാൻ അത്ര ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞാൻ ഇഷ്ടത്തിലാണ്. ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും സംഗതി പൊളിച്ച് പറ്റില്ല രണ്ടുപേർക്കും അങ്ങനെ. പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവ് ഓളയിലുണ്ട്.
ഈ തെളിവ് അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോ അതായത് ആ വേട്ടാവിളിയും സംസാരിക്കുകയാണ്. അത് അന്വേഷിച്ച് അതായത് വരരുത്. എല്ലാ കാര്യങ്ങളും നിജോ എന്നാ പറയുന്നത് കേട്ടോ. ചിലപ്പോ ഈ പെൺകുട്ടിയുടെ പറ്റില്ല. ചേച്ചിയായിരിക്കും. അവരെയാണല്ലോ ചതിച്ചിട്ട് പോയത്. ഇഷ്ടത്തിലാണ്. അപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് നിന്നെ അല്ല, നിന്റെ അനിയത്തി ഇഷ്ടമാണ്, ഞാൻ അവളെ കൊണ്ട് പോകുന്നത്. ഞങ്ങൾ അന്വേഷിച്ച് ആരും എന്റെ വരരുത്. പൊന്നോ, നീ ഒരു സംഭവമാണേ. ചെയ്യാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ അപ്പോ ഞാൻ വരും. ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ വരും, തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കി എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. അതായത് ഞാൻ വരും, എല്ലാം ശരിയാക്കിയിട്ട് എനിക്ക് 2-3 പേരെ കൂടെ കൊണ്ടുപോകാനുള്ളത്. അതെന്തുവാടെ നീ അങ്ങനെ ഉദ്ദേശിച്ചത്? ഇനിയും നിനക്ക് ആൾക്കാരെ കൊണ്ടുപോകണമെന്നാണോ? അതോ നിന്റെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നിന്റെ വേറെ വല്ലവരെയൊക്കെ ഉണ്ടെങ്കിൽ അതായത് നിന്റെ അമ്മയോ കുഞ്ഞുങ്ങളെ എങ്ങനെ വല്ലവരും കൊണ്ടുപോകാനാണോടെ? അതോ 2-3 പേരെ കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ പെണ്ണിനെ ഇനി ഇളയത് വല്ലതും ഉണ്ടോ ആ കൊലയിൽ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും കേട്ടോ. ആ കൊലയിലുള്ള ഇനി 2-3 ഒക്കെ കാണും. അത് എന്താ പറയാ, പവ്വാല് ചപ്പാൻ വരുന്ന കണക്ക് ഇവൻ വരുമായിരിക്കും. അതാണ് ഇവൻ പറഞ്ഞത്. അപ്പോ ഞാൻ വരും. ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ. ഞങ്ങൾ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ പോയി ജീവിച്ചാലും ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എവിടെ പോയാലും നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് നിങ്ങളുടെ എന്താ പറയാ ആൾക്കാരെയും അല്ലെങ്കിൽ നിങ്ങൾ ആരെ വൈന്നാണ് പോകുന്നത് അവരെല്ലാം പെട്ടെന്ന് അറിഞ്ഞോളൂ കേട്ടോ. കാരണം നിങ്ങൾ പബ്ലിസിറ്റി ആയിക്കഴിഞ്ഞു, നിങ്ങൾ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞ്, യൂട്യൂബിലെ സെലിബ്രിറ്റി അങ്ങനെ തന്നെ പറയാം കേട്ടോ. സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനൊപ്പം ഓടിപ്പോയ പെൺകുട്ടി, നിനക്കൊരു നമസ്കാരം. ഓക്കെ, അത് കണക്ക് തന്നെ. എടാ വേട്ടാവിളിയാ, ഏതായാലും നീ കാണിച്ചത് അടിപൊളി പരിപാടിയാ കേട്ടോ. കാരണം മോളെ പോലെ സഹോദരിയെ പോലെയൊക്കെ കാണേണ്ട ഒരു പെൺകുട്ടിയെ അല്ലേ നീ കണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. കേരളം മൊത്തം മനസ്സിലായി കേട്ടോ. ഏതായാലും നിനക്കും തരാം ഞാനൊരു നമസ്കാരം.